ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു മൊയ്ലൂദിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ മൊയ്ലൂദിനുള്ള സാധനം ഉണ്ടാക്കുന്നത്. ഞാൻ വരുന്ന മുന്നേ മോന്തിക്കന്നെ മുളകെല്ലാം നല്ല പാങ്ങല വറുത്തിട്ട് അരച്ചിനായി. പൊടിയിൽ എത്ര നേരമാകുന്നില്ലല്ലോ, നമുക്ക് കായമെല്ലാം നല്ലോണം കിട്ടുന്നില്ല. അങ്ങനെ ഫസ്റ്റ് മുളകെല്ലാം വറുത്ത് അരച്ച് അതിലെ ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് പച്ചമുളക് അരച്ചിട്ട് മുളക് ഫസ്റ്റ് അരച്ചിട്ട് പിന്നെ ജ്യൂസിൽ ഒഴിച്ചിട്ടായിട്ട് വേക്കത് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം അരച്ചിട്ട് വെച്ച് അതിലെ വൈകുന്നേരം ചായക്ക് ഇത് ബേക്കറിയെല്ലാം ഉണ്ടായി വേറെ എന്തെങ്കിലും കിടാക്കി കൊടുക്കുക. എന്നിട്ട് മുട്ട നല്ല പാങ്ങല മുളകിൽ മസാല ആക്കിയിട്ട് അങ്ങനെ മുട്ടയും ചായയും കുടിച്ച്. പിന്നെന്തായി വേറെ നിങ്ങളെ വിശേഷമല്ലോ. പിന്നെ രാത്രി ഞാൻ കുറച്ച് അവല് വേക്കണമല്ലോ, വലിയ ആശയം ഉണ്ടായി. മൊയ്ലൂദിന് അവല് മധുരമല്ലേ, അങ്ങനെ രാത്രി തന്നെ പണ്ടാക്കിയിട്ട് വെച്ച അവലിൻ്റെ തേങ്ങയെല്ലാം ചരച്ചിട്ട് വെല്ലം ഉരുക്കിയിട്ട് അങ്ങനെ കുറച്ച് ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഏലക്കെല്ലാം ഇട്ടിട്ട് നല്ല പണ്ടാക്കിയിട്ട് രാത്രി വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് ഞങ്ങൾക്കൊരു മംഗലുണ്ടായി ഹോളിൽ. പിന്നെ അതിനെല്ലാം പോകണമെന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ എല്ലാം അങ്ങനെ എല്ലാം ഒത്തരാക്കി അങ്ങനെ പിന്നെ താങ്ങളുണ്ടാക്കാത്ത ഞാൻ പോയി ഇവിടെ വസങ്ങാടിയിൽ റഫോളിൽ മംഗലഞ്ഞി അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ പുതിനാട്ടിനെല്ലാം ഫസ്റ്റ് നോക്കി. പുതിനാട്ടിനെ എല്ലാം കണ്ട് പിന്നെ അവിടെ ഞങ്ങൾ അയൽവാസിയാണ്, മുമ്പുണ്ടായ അയൽവാസിയാണ്. അവിടെ എല്ലാം പോയിട്ട് അങ്ങനെ മംഗലത്തിനോടെല്ലാം പോയിട്ട് ബേച്ചിട്ടെല്ലാം ഞങ്ങൾ വന്നിട്ട് പിന്നെ കുറച്ച് പിന്നെ പണിയുണ്ടല്ലോ രാത്രിക്ക്. ഞാൻ വന്നിട്ട് ഇറച്ചി ഫസ്റ്റ് കോഴി കയറ്റ് വെച്ചേൽക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും സുർക്കെല്ലാം വീത്തിട്ട് അതിനവിടെ കയറ്റി വെച്ചിട്ട് വേഗം കോഴിൻ്റെ കറി വെക്കാൻ കഴിഞ്ഞ് കോഴിൻ്റെ കറി വെച്ചിട്ട് പിന്നെ തന്നെ മരിയോള് ചോറ് എന്തിനാ നോക്കിയിട്ട് അതിനെല്ലാം വാർത്ത് പിന്നെ രാത്രിക്ക് വെറും ചോറ് വേണമെങ്കിലാന്നില്ലിട്ട് എല്ലാവരും നെയ്ച്ചോറ് വയ്ക്കുന്നില്ല അല്ലേ, അങ്ങനെ വെറും ചോറ് അങ്ങനെ അത് വെച്ച് പിന്നെ അതിലെ ഓളുടെ ഇതിൻ്റെ ചിക്കൻ്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ കറി വെക്കാനാക്കി. ഞാൻ പിന്നെ ഇറച്ചിയെല്ലാം കയറ്റ് അതിനവിടെ ഒരു ഭാഗത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി മരിയോള് മോള് എല്ലാവരും വന്ന് വിളിച്ചോരെല്ലാവരും വന്നിന്. പക്ഷേ അത് നല്ല സന്തോഷമായി, എല്ലാവരും വന്നിനായി. വിളിച്ചിട്ട് വന്നെങ്കിലെല്ലാം ഭയങ്കര സന്തോഷമാണല്ലേ നമുക്ക്. അങ്ങനെ ഞാൻ പിന്നെ വേഗം അതിൽ ചിക്കൻ്റെ കറി ഫസ്റ്റ് വെച്ച് ചിക്കൻ്റെ കറി വെച്ചിട്ട് കഴിഞ്ഞിട്ടായിട്ട് വേഗം അതിൽ അതിനപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടായിട്ട് ഇറച്ചിൻ്റെ കറി വെക്കാൻ കഴിഞ്ഞ. പിന്നെ ഇതെല്ലാം ഇട്ട് ഞാൻ പിന്നെ ഫസ്റ്റ് ഉള്ളി കായ്ച്ചിട്ട് വേഗം തക്കാളിയും പൊട്ടട്ടയും പച്ചമുളകും അതെല്ലാം ഇട്ടിട്ട് അതിന് മുളക് അരച്ച മുളകല്ലേ നല്ല പാങ്ങാന്ന് വറുത്തരച്ചെങ്കിൽ അത് ഇട്ടിട്ട് വെച്ചിട്ട് വേഗം അതിൽ ബീഫ് കറി വെക്കാൻ കഴിഞ്ഞ്. അതിന് ഉള്ളിൽ നല്ല മാങ്ങൽ ചെറുങ്ങനെ മുറിച്ചിട്ട് അതിന് നല്ല മസാല ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ് ചെറുങ്ങനെ മുറിച്ചെങ്കിൽ. അങ്ങനെ എൻ്റെ മരിയോളും മസാല എല്ലാം ആക്കുന്നുണ്ട്. ഫസ്റ്റ് ഉള്ളിയിട്ട് ഉള്ളി കായ്ച്ചോണ്ടുണ്ട്. ഉള്ളി കാഞ്ഞുകൊണ്ട് നല്ലോണം കായണ്ട, ഒരു ഇതായി നല്ല ബന്ധം മതി. അതിലേക്ക് നല്ല ഉപ്പിട്ട് കുറച്ചിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ ഇതാക്കണം കയ്യിൽ. അതിലേക്ക് പിന്നെ തക്കാളിയും പച്ചമുളകും അത് ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് അതിൽ വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഞാൻ അരച്ചിട്ട് അങ്ങനെ ഇടയോടെ അതിൽ കറിച്ചപ്പല അത് നല്ലൊരു അങ്ങനെ ഇതാക്കിയിട്ടായിട്ട് ഇതാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ മൂടിയിട്ട് വെക്കണം. അപ്പോൾ നല്ല വേവും. മറ്റേ മുളക് കൂട്ടണോ. അതായത് അതിലെ ചിക്കനിലേക്ക് മസാലപ്പൊടി എല്ലാ മസാലപ്പൊടി ഞാൻ കിട്ടിയ മസാലപ്പൊടിയെല്ലാം ഇടുന്നു. ഗരം മസാലയും ചിക്കൻ മസാലയും കുരുമുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് പിന്നെ അതിനങ്ങനെ അവിടെ വെച്ച് പിന്നെ ഉള്ളിയെല്ലാം കുറച്ച് ഞങ്ങൾ അപ്പുറത്തവള് ഞങ്ങൾക്ക് മുറിച്ച് തന്നവള് എന്താക്കണം എന്നല്ല കേട്ടോണം. നമ്മൾ പിന്നെ ചെറുങ്ങനല്ലേ മൊയ്ല് തയ്ക്കുന്ന അപ്പം ഇങ്ങനെ എന്താക്കുന്നില്ലല്ലോ. എന്നോള് എന്താക്കണോ ഇങ്ങനെ ഇറക്കാറുണ്ടെങ്കിൽ തെരിയുന്നല്ല ചെലിക്കോണേ. ഞാൻ പിന്നെ കുറച്ച് ഉള്ളി കൊടുത്തോളല് അവിടെ മറ്റേ ഇതുണ്ട് മുറിക്കുന്ന മിഷന്, ജ്യൂസ് മിഷന്, അതിലിട്ടിട്ട് അവൾ മുറിച്ചിട്ടെല്ലാം തന്ന്. പിന്നെ വേറെ ഇതെല്ലാം ഞങ്ങൾ തന്നെ ആക്കി ചെറുങ്ങനെ ഉള്ളതല്ലേ നല്ലിട്ട് പിന്നെ അത് അതിക്കെല്ലാം പൊടിയെല്ലാം ഇട്ടിട്ടായിട്ട് അതിനവിടെ മുടി അങ്ങനെ ചിക്കൻ്റെ കറി എൻ്റെ മരിയോളാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ആങ്ങളുടെ ഓള് വന്ന് പിന്നെ എൻ്റെ അനിയത്തിൻ്റെ മരിയൊക്കെ ഓർമ്മ വന്ന മോള് ഉച്ചക്ക് തന്നെ 10 ഓള് ഇവിടെ കുറച്ച് എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ടല്ല ഇവിടെ അനിയത്തിൻ്റെ മോളെ പോര ഇവിടെ അങ്കടി മുകളിലോളം മാപ്പിളുടെ പോര 600 വന്ന് ഉച്ചക്ക്
പിന്നെ ഒരു അനിയത്തിയുടെ ദണ്ടകോളിയിലുണ്ട്, ഓള് വന്ന് എല്ലാവരും വന്ന്. പിന്നെ ഞങ്ങളെ മുന്നത്തെ നേരക്കാരല്ലേ വിളിച്ചിട്ടുണ്ടായി, അവരെല്ലാം വന്ന്. അങ്ങനെ നല്ല കറിയാക്കി, കറി ചോറ്. അതിൻ്റെ ചിക്കൻ എല്ലാം ആയിട്ട് അവിടെ മൂടിയിട്ട് വെച്ചിട്ടായിട്ട് ബീഫിൻ്റെ മസാല വെന്തുകൊണ്ട് വന്നു. പിന്നെ അതിൽക്ക് മുളകും അതിൽക്കെല്ലാം മസാല എല്ലാം ഇടുന്ന അതെല്ലാം ഇട്ടിട്ട് അതിനവിടെ അങ്ങനെ മുളക് ഇട്ടിട്ട് അതിൽ കുറച്ച് തിളക്കണോ, അതിൻ്റെ മുളകിൻ്റെ സത്തെല്ലാം പോണ്ടേ. പിന്നെ ഇത് മുളക് ഒരു പച്ച തുയ്ക്കുന്നല്ലേ, അത് നല്ല പാങ്ങല മുളക് നല്ല ഇതാണ്, നല്ല തിളക്കണം. തിളച്ച പിന്നെ ഞാൻ ബീഫ് കുക്കറിലത് വേവിച്ചിട്ടില്ല, പിന്നെ അതിൽക്ക് തന്നെ ഡയറക്റ്റ് ഇട്ടത് മുളകിലേക്ക് തന്നെ. അത് ചെറുങ്ങനെ ബേവട്ട് നല്ലിട്ട് ചെറിയ തീയിലാക്കിയിട്ട് പിന്നെ ബീഫിനെ അതിൽക്ക് തന്നെ ഇട്ടിട്ട് കൊടുത്ത്. ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല, വേറെ വേവിച്ച് സെപ്പറേറ്റായി വേവിച്ചിട്ടൊന്നുമില്ല. അത് നല്ല മസാല തന്നെ ബന്ധമെങ്കിലില്ലേ, നല്ല പാങ്ങ അതിന് കറി. എല്ലാവരും ചെല്ലിക്കോണ കറി നല്ല അതിനെൻ്റെ ഞങ്ങളെല്ലാം നോക്കി ചെന്ന് നല്ല അതിന് കറി നല്ലിട്ട്. പിന്നെ നിങ്ങളവിടെ എല്ലാം മൊയിലതെല്ലാം കഴിഞ്ഞാൽ ആയില്ലേ, റബിലൊരു തീർന്നുകൊണ്ട് വന്നല്ലേ. ഇതെൻ്റെ ഉമ്മാൻ്റെ ആണ്ടും ഉണ്ടായിന്. എൻ്റെ ഉമ്മ റബിലവൽ മാസത്തിലാണ് മരിച്ചിന്, 17-ന് മരിച്ചിന്. എൻ്റെ ഉമ്മാൻ്റെ ആണ്ടും ഉണ്ടായിന്. അപ്പം അതുമായി പിന്നെ മൊയിലൂതായി നല്ലിയിട്ട് അതിൽ ഒന്നില്ല എന്നെ കഴിക്കാനായി. എൻ്റെ മക്കൾ പുറത്തുള്ളത് പേരിലുള്ളത്, പിന്നെ അവർക്ക് വലിയ ബേജാറ്. ഞങ്ങൾ ഉമ്മാൻ്റെ ആണ്ട് കഴിക്കുമ്പോൾ മാമാൻ്റെ ആണ്ട് കഴിക്കുമ്പോൾ ഞങ്ങൾ ഇല്ലാല എന്നിട്ടുള്ള ഭയങ്കര ബേജാറുണ്ട് അവർക്ക്. കുറേ പുറത്തുണ്ടത്. ഞാൻ ചിക്കൻ്റെ കറിക്കിട്ട് അതേ മസാല തന്നെ അതിൽക്ക് ഇടുന്നത് ബീഫ് കറിക്കും. ഇത് ഞാൻ ബീഫ് ഗസിയാക്കി പിന്നെ അതിൽ തേങ്ങ അരച്ചിട്ട് ചാറാക്കിയ, നല്ല വറുത്ത് തേങ്ങ അരച്ച് ചാറാക്കി. പിന്നെ അത് എൻ്റെ അനിയത്തിൻ്റെ ആങ്ങളുടെ മോള് ബൈട്ടേക്ക് ഇതാക്ക കുഞ്ഞിമ്മ ചായക്കെന്ന ആക്ക കുഞ്ഞിമ്മ എന്നിട്ട് ഇവളതാ നല്ല പാങ്ങ ആക്കി ഇത് എൻ്റെ ഉള്ളി വജ അതാക്കി. പിന്നെ അതാ എൻ്റെ അനിയത്തിൻ്റെ മരിയക്കും എൻ്റെ ചെറിയ അനിയത്തിയും എല്ലാം വന്ന് ഒരു പെരുസായിട്ടുണ്ടായി. പോയി അവൻ്റെ കരക്കല് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അവർക്കെല്ലാം സർവത്ത് കൊടുത്ത് കുടിക്കാൻ, എല്ലാവർക്കും സർവത്തെല്ലാം കൊടുത്ത്. പിന്നെ എൻ്റെ അനിയത്തി അവല് വയ്ക്കാൻ ആയാ പിന്നെ സവാനായി SSകരിച്ചിട്ടാണ് മൊയിലുതുണ്ടായിന. പിന്നെ ഉള്ളത് അവല് വയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയത്തി അവല് വയ്ക്കുന്നുണ്ട്. ആവില്ല അങ്ങനെ കുറച്ച് നല്ലോണം കഴിച്ചിനല്ലേ പോകുന്നവർക്കല്ലോ എപ്പോഴും സീറിന് കൊടുക്കാൻ വേണ്ടി. പിന്നെ തൻ്റെ ആങ്ങളെ പുറത്തില്ലേ വലിയ അടുപ്പ് വെച്ചിട്ട് പിന്നെ കേട്ടങ്ങിൻ്റെ അടുപ്പുണ്ടല്ലേ അവൻ്റെ ഉണ്ടായി, അതിന് കൊടുത്തുള്ളത് അവന് നല്ല നെയ്ച്ചോറ് വെച്ചാൽ പുറത്ത് നല്ല അതിന് ഒരു 10 മിനിറ്റിനുള്ള ഒരു നെയ്ച്ചോറ് വെച്ചിട്ട് അതിന് അവനിങ്ങനെ നെയ്ച്ചോറിൽ വെക്കുന്ന ഹോട്ടലെല്ലാം ഉണ്ട്. അവന് ഗോവയിൽ ചെറിയൊരു ഹോട്ടലുണ്ട്, അങ്ങനെ ഓന് നല്ല നെയ്ച്ചോറ് വെക്കുന്ന നല്ല അടിപൊളി നെയ്ച്ചോറ് അതിന്. പിന്നെ അതെല്ലാം വെച്ചിട്ടായിട്ട് പിന്നെ ഓളെ ഉമ്മ വന്നോളൂ, ഉമ്മക്ക് പനിയായിന്. ഞങ്ങൾ കഴിഞ്ഞില്ല രാത്രി അതിന് വരുമ്പോഴേക്ക് കുറെല്ലാം വരുമ്പോൾ കുറേ ബേക്കറിയും ഐസ്ക്രീമും അതെല്ലാം കൊണ്ട് വന്നിന്. ബേക്കറിയും ഫ്രൂട്ടും ഇതെല്ലാം കൊണ്ട് വന്നിനോളൂ ഉമ്മ. ഏട്ടത്തിൻ്റെ മാപ്പിള എല്ലാവരും വന്നിനായി, അനിയത്തി ആങ്ങളയോട് എല്ലാവരും വന്നിനായി. എൻ്റെ ചിരി കണ്ട. പിന്നെ ഞാനുള്ള സർവത്തെടുത്ത് കുടിച്ച് അമ്മ പിന്നെ 21 പേർക്കാരെങ്കിലും എന്തൊക്കെ കുടിക്കണ്ടേ. അങ്ങനെ ഞാൻ എൻ്റെ ആങ്ങളിനോടല്ലേ എന്തെല്ലാം വിഷയം പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പുറത്ത് ഇരുന്നിട്ട് ഓനോട് ചോറിച്ചുകൊണ്ടായല്ലേ പുറത്ത് ചോറിച്ച. അങ്ങനെ അവിടെ ഇതിൻ്റെ വിഷയം പറഞ്ഞിട്ട് സർവത്തെല്ലാം കുടിച്ചുകൊണ്ടും വിഷയം പറഞ്ഞുകൊണ്ടെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നിതാ ചോറെല്ലാം തിളച്ചുകൊണ്ട് വന്ന് അവൻ്റെ ചോറ് റെഡിയാവായിക്കോട് വരുന്നുണ്ട്. പിന്നെ ഇഷ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ്റെ ആങ്ങളെ പോയിട്ട് ഉസ്താദിനെ കൂട്ടിക്കൊണ്ട് വന്നു. ഉസ്താദ് വന്നു, ഉസ്താദിനെ സർവത്തെല്ലാം കൊടുത്തിട്ട് പിന്നെ ഉസ്താദ് മൊയിലൂത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മൊയില് തീർന്നുകൊണ്ട് വരുമ്പോഴേക്ക് പിന്നെ ചായ വെച്ച് കുറച്ച് പാലിൻ്റെ ചായം വെച്ച് കുറച്ച് കട്ടൻ ചായം വെച്ച്. പിന്നെ അത് ആണുങ്ങൾക്കെല്ലാം ഫുഡ് കൊടുത്ത് നെയ്ച്ചോറ് കറി പത്തലിൻ്റെ ഇടയിൽ പത്തലും ചുട്ടിന്. അതെല്ലാം റെസിപ്പി എടുക്കാൻ കഴിഞ്ഞില്ല. പത്തലും ചുട്ടിനെ മതിയാവാതായിപ്പോണ്ട് അതിട്ട് പത്തലും ചോറും എല്ലാം ആക്കിയിട്ടാണ്. അങ്ങനെ 2 ട്രിപ്പ് ആണുങ്ങൾ ഇരുന്നിട്ട് എണിച്ച പിന്നെ പെണ്ണുങ്ങളെ എത്തിയ രാത്രി ആണെന്നല്ലേ. കഴിയുമ്പോൾ തന്നെ രാത്രി ആയല്ലേ നമുക്ക് ബേച്ചിട്ട് മൊയിലും ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴേക്കെല്ലാം.
അങ്ങനെ പെണ്ണുങ്ങളെല്ലാം വേവിച്ചിട്ടായിട്ടായിട്ട് ഇതാ പിള്ളേർക്കെല്ലാം ഐസ്ക്രീമിനെല്ലാം കൊടുത്ത് പിള്ളേർക്ക് പിന്നെ അത് കണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണ്ടല്ലോ. അതിൽ ഞങ്ങൾക്ക് മഞ്ഞ ഞങ്ങൾക്ക് ഐസ്ക്രീം അത് ഇതെന്നെല്ലാം ശരിക്കൊണ്ടുണ്ട്. ഇല്ല പയ്യെന്നെല്ലാം പായുന്നുണ്ട് കൊടുക്കുന്നതിൻ്റെ അതെല്ലാം തിന്നിട്ടായി ചെന്ന് മൊത്തമ്മ എല്ലാ കയ്യിൻ്റെ തിന്നേൻ്റെ എല്ലാ കപ്പിൻ്റെ ഇത് വീഡിയോ എടുക്കും മൊത്തമ്മ ചെലിക്കൊണ്ട് അനിയത്തിൻ്റെ മോള് ഇതെല്ലാം. പിന്നെ എല്ലാവരും കടുമ്പിൻ്റെ റെസിപ്പി പറഞ്ഞില്ല. ഞാനത് പിറ്റേ ദിവസം രാവിലത്തെ കടുമ്പിൻ്റെ റെസിപ്പിയാണ് എനിക്ക് കാണിക്കുന്നത്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടാഞ്ഞി. അത് ഫസ്റ്റ് ജ്യൂസിലേക്ക് ഉപ്പിട്ടിട്ടായിട്ട് കുറച്ച് മറ്റേ സ്റ്റോറിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലേ, ആ അരി കുറച്ച് ജ്യൂസിലേക്ക് ഇടണം. വെച്ചിട്ട് ഒരു 3 അടി കുറച്ച് അടിച്ചാൽ മതി, നല്ല നെയ്യ് പോലെ അറിയണ്ട. അതിട്ട് നമ്മൾ ഒരിക്കൽ ട്രിപ്പ് അരച്ചിട്ടെടുത്തിട്ട് പിന്നെ രണ്ടാമത് കുറച്ച് അരിയും പിന്നെ തേങ്ങയും ഇട്ടിട്ട് അരക്കണം. അരച്ചിട്ടായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അതിനെ പുതുക്കണം. അപ്പോൾ അങ്ങനെ പുതുക്കിയിട്ട് പിന്നെ പുതുക്കിയിട്ട് 4 ചൂട് വരുമ്പോഴൊക്കെ തന്നെ അത് ഇതായിക്കൊണ്ട് വന്നു, ഉറച്ചുകൊണ്ട് വന്നു. അപ്പോൾ നല്ല പുതുക്കിയിട്ട് നല്ല പദം കടുമ്പാന്ന്, നല്ല കടുമ്പുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാവാ, ഈ റെസിപ്പി നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാവാ, നല്ല കടുമ്പാന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഞാൻ എന്താക്കിയതാ കടുമ്പ് നമ്മൾ ഒരേ കൈ 2 കൈ കൂട്ടണമൊന്നുമില്ല കടുമ്പിന്, ഒരേ കയ്യിലാണ് നമ്മൾ വെക്കുന്നത്. ഇതാ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതാ അങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ മതി. എന്തോ ഒരു പങ്ക് നമ്മൾ തിളക്കുന്ന കണക്ക് വെച്ചെങ്കിൽ ഒന്നിലൊക്കെ ഒന്നും ഒട്ടല, നല്ല ഒട്ടി പിടിക്കല. അത് തിളപ്പിച്ചിട്ട് ഇതാ നല്ല കടുമ്പായില്ല, ഒന്നോരോന്ന് നമുക്ക് എടുക്കാൻ കഴിയും കടുമ്പ്. നമ്മളെ കാസർഗോട്ടവർക്ക് പിന്നെ കടുമ്പിൻ്റെ ഇത് കാണിക്കണമെന്നിട്ടില്ല, നമുക്ക് നല്ല ഫേമസ് അല്ലേ കാസർഗോഡ് കടുമ്പ്. ഇത് പുറത്തുള്ളവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാവോ, നല്ല കടുമ്പ് ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് അരച്ചിട്ട് ഉണ്ടാക്കി നോക്കണവാ. പിന്നെ എപ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ആക്കണം, ഷെയർ ആക്കണം, ലൈക്ക് ആക്കണം. അസ്സലാമു അലൈക്കും.